തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ പുതുപ്പള്ളി. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സമയമെടുക്കുന്നുവെങ്കിൽ അധൈര്യപ്പെടരുത്. ഒരു മകന്റെ ജനനത്തിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ താമസത്തെക്കുറിച്ച് ഉൽപ്പത്തി 21:1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നതുപോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്ന യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. നോഹയ്ക്ക് പെട്ടകത്തിന്റെ വാതിൽ തുറന്ന് നിലത്ത് നടക്കുവാൻ 1 വർഷം കാത്തിരിക്കേണ്ടിയിരുന്നുവെങ്കിൽ അബ്രഹാമിന് ഇതൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു. ദൈവം അബ്രഹാമിനെ വിളിച്ച് തന്റെ സ്വദേശത്ത് നിന്നും പുറപ്പെട്ടു പോകുക, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 75 വയസ്സായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം പൂർത്തീകരിക്കുവാൻ 1/4 നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു. അതെ, ഇത് വാസ്തവമായും ഒരു മാരത്തോൺ കാത്തിരിപ്പായിരുന്നു. എന്നാൽ അബ്രഹാം തന്റെ ഭാര്യയുടെ ഉപദേശം ശ്രദ്ധിച്ച് തന്റെ ദാസി ഹാഗാറിൽ കൂടി തനിക്ക് ഒരു മകൻ ജനിച്ചതുമൂലം ജീവിതത്തിൽ തെറ്റിപ്പോകുവാനിടയായി. അബ്രഹാമും സാറായും അവരുടെ മകനു വേണ്ടി കാത്തിരുന്നു, ക്ഷീണിച്ചു. അതിന് ദൈവഹിതമല്ലാത്ത ഈ ഒരു പ്രവൃത്തി ചെയ്യുവാൻ തീരുമാനിച്ചതിനാൽ ഇസ്മായേലിന്റെ ജനനത്തിനത് മുഖാന്തരമായി തീർന്നു. എന്തുകൊണ്ട് ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിൽ തനിക്ക് നൽകിയ വാഗ്ദത്തം നിവർത്തിക്കുവാൻ 25 വർഷം വൈകിച്ചു? എന്തുകൊണ്ട് ദൈവം അത്രയും നീണ്ട ഒരു കാലം നിശബ്ദമായിരുന്നു? പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങിവരുന്ന ചോദ്യങ്ങളാണ് ഇവയെല്ലാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുകയോ അതിന് ആശ്വാസം നൽകുന്ന മറുപടിയിൽ ലഭിക്കുകയോ സാധ്യമല്ല എന്നുള്ളത് നാം മറക്കരുത്. അതുമായിട്ട് ജീവിക്കുവാൻ നാം പഠിക്കണം. അതായത് ദൈവം നമ്മേക്കാൾ നന്നായി അറിയുന്നു എന്ന പ്രത്യാശയും വിശ്വാസവും ഉറപ്പും നമുക്കുണ്ടായിരിക്കണം, വിശ്വാസികൾക്കുണ്ടായിരിക്കണം. കുട്ടികൾ അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ ചെയ്യുന്ന പ്രവൃത്തികളുടെയും ചെയ്തികളുടെയും ഉദ്ദേശം ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ പിന്നീട് അത് അവർ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. അതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ ഈ ചോദ്യങ്ങളൊക്കെയും മനസ്സിലാക്കുന്നതിന് നിത്യതയുടെ മറുകരയിൽ എത്തുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അന്നാളിൽ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. തന്റെ അടുക്കൽ പല ചോദ്യങ്ങളുമായി വന്ന ശിഷ്യന്മാരോട് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാചകമാണത്. സാധാരണയായി കാത്തിരിപ്പിന്റെ സമയം കൂടുന്നത് അനുസരിച്ച് അനുഗ്രഹവും വലുതായിരിക്കും. അതെത്ര വലിയ ആശ്വാസമാണ്. അബ്രഹാം 25 വർഷം ക്ഷമയോടെ ഒരു മകനു വേണ്ടി കാത്തിരുന്നില്ലായിരുന്നെങ്കിൽ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുകയില്ലായിരുന്നു. ഇസഹാക്കിൽ കൂടി അബ്രഹാം ഏതാണ്ട് ലോക ജനസംഖ്യയുടെ 40% ഒരു നേതാവ് അല്ലെങ്കിൽ പിതാവായി തീർന്നു. ഞാൻ നിന്നെ അനേക ജാതികൾക്ക് പിതാവാക്കുമെന്ന് ദൈവിക വാഗ്ദത്തം അക്ഷരാർത്ഥത്തിൽ തന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു. പ്രിയ സ്നേഹിതരെ, ദൈവം താങ്കൾക്ക് ചില വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ താങ്കൾ ക്ഷമയോടെ കാത്തിരിക്കുക. അബ്രഹാമിന് തന്റെ ഹൃദയത്തിൽ സംശയമുണ്ടായപ്പോൾ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് കൽപ്പിച്ചു. നീ പുറപ്പെട്ട് ദേശത്തിന് നെടുകയും കുറുകയും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും സഞ്ചരിക്കുക, ദൈവം അത് നിനക്ക് തരും. ഉൽപ്പത്തി 13:16, 17, 15 വാക്യം. ഇവിടെ ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ തക്ക സമയത്ത് നിവർത്തിക്കുമെന്ന് വീണ്ടും അബ്രഹാമിന് ഉറപ്പു നൽകുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അകറ്റുക. ദൈവം അബ്രഹാമിനോട് ചെയ്തതുപോലെ തന്റെ നിവർത്തിയിരിക്കാത്ത വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലും അവൻ ചിലത് ചെയ്യും. ദൈവത്തിന്റെ പവിത്രമായ വൈകിക്കലിൽ നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകരുത്. താമസം നിങ്ങളുടെ അനുഗ്രഹത്തിനും കാത്തിരിപ്പിനും അപ്പുറത്താണെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം ആ അനുഗ്രഹം ഇരട്ടി വിലപിടിപ്പുള്ളതാക്കി തീർക്കും. ഉൽപ്പത്തി 3:15 പറയുന്നത് പോലെ തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തിക്കായി ദൈവം 4000 വർഷം കാത്തിരുന്നു, 4000 വർഷം എടുത്തു. പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. ദൈവം താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും മൃഗങ്ങളെയും താങ്കൾക്കുള്ള സകലത്തെയും ഓർക്കുന്നു. താങ്കളുടെ ജീവിതമാകുന്ന ബോട്ട് പ്രശ്നങ്ങളും പരീക്ഷകളും ഉള്ളതായ സാഗരത്തിൽ കൂടി ഒഴുകി നടക്കുന്നു. താങ്കൾക്ക് ചുറ്റുമുള്ളതെല്ലാം താങ്കളെ അധൈര്യപ്പെടുത്തുന്നു.
താങ്കളുടെ സംഭരണികളെല്ലാം ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. താങ്കൾ ഭാവിയെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവകാശപ്പെടുവാനുള്ള സമയം ഇതാണ്. ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എബ്രായർ 13:5. അവൻ തന്റെ കരങ്ങളിൽ കൊത്തുപണി ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് ദൈവം താങ്കളെക്കുറിച്ച് പറയുന്നു. ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സമയമെടുക്കുന്നുവെങ്കിൽ അധൈര്യപ്പെടരുത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കുനിയുക, അതിന് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം തീർച്ചയായും തക്ക സമയത്ത് താങ്കളെ സന്ദർശിക്കും, അനുഗ്രഹിക്കും. നമുക്ക് ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, കാത്തിരിപ്പിനും ക്ഷമയ്ക്കുമുള്ള അവസരം എന്റെ ജീവിതത്തിൽ നൽകണമേ. അങ്ങ് എന്റെ ജീവിതത്തിൽ അനുഗ്രഹം നൽകുന്നത് കാണുവാൻ, അങ്ങ് എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ക്ഷമയോടെ, പ്രാർത്ഥനയോടെ എന്റെ ജീവിതത്തെ കാത്തിരിപ്പോടെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും.